നമസ്കാരം. സഞ്ജു സാംസൺസ് അപ്ഡേറ്റ്, അതായത് സഞ്ജു സാംസന്റെ ഫ്രാഞ്ചൈസി ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ 2-3 മാസങ്ങളായിട്ട് ഹോട്ടായിട്ട് ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ, നമുക്കറിയാവുന്ന വിവരങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ നമ്മൾ ഈ പറയുന്നത് ESPN, ക്രിക്കിൻഫോ, അതുപോലെ തന്നെ ക്രിക്ക് ബസ് എന്നീ ചാനലുകളുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്സിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഷെയർ ചെയ്തേക്കുന്നത് പോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് ഫ്രാഞ്ചൈസി അറിയിച്ചിരിക്കുന്നു. സഞ്ജു സാംസൺ അവിടെ തുടരാൻ താല്പര്യമില്ല, എന്നെ ഒന്നുകിൽ ട്രേഡ് ചെയ്യുക ഇല്ലെങ്കിൽ ഓപ്ഷനിലേക്ക് വിടുക എന്നുള്ള രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ്. ഇതിനു മുമ്പ് 2 ദിവസം മുമ്പ് നമ്മൾ അറിഞ്ഞിരുന്നു സഞ്ജു സാംസൺ രാജസ്ഥാനിൽ തന്നെ തുടരും എന്നുള്ള രീതിയിൽ രാജസ്ഥാൻ്റെ ഒരു ഒഫീഷ്യൽ പറഞ്ഞതായിട്ടുള്ള ഒരു ന്യൂസ് വന്നിരുന്നു. സോ ഇപ്പോൾ ഈ ലാസ്റ്റ് വന്ന അപ്ഡേറ്റ് ഏകദേശം ക്രെഡിബിൾ ആണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലാണ്. കാരണം ESPN, ക്രിക്കിൻഫോ, അതുപോലെ തന്നെ ക്രിക്ക് ബസ് ഇങ്ങനെയൊക്കെയുള്ള ചാനൽസൊക്കെ റിപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ക്രെഡിബിലിറ്റി അതിൻ്റെ പിന്നിലുണ്ടാകും. അതുപോലെ തന്നെ ഈ ഹർദിക് പാണ്ഡ്യയൊക്കെ ട്രാൻസ്ഫർ ആവുന്ന സമയത്ത് ഇതുപോലെ തന്നെ ന്യൂസ് വന്നിരുന്നു. സോ ഒരു ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു സോഴ്സിൽ നിന്നാണ് ഇപ്പോൾ വരുന്നത്, നമുക്ക് ഏകദേശം വിശ്വസിക്കാം. അതായത് സഞ്ജു സാംസൺ രാജസ്ഥാൻ വിടാൻ താല്പര്യപ്പെടുന്നു എന്നുള്ളത് അത്യാവശ്യം ഉറപ്പായ ഒരു കാര്യമാണ്. അപ്പോൾ ഇനി മുന്നോട്ടെന്താ, അപ്പോൾ അതിൻ്റെ റീസൺസും കൂടെ ഉണ്ട്. അതായത് കഴിഞ്ഞ വർഷം നമുക്കറിയാം ജോസ് ബട്ട്ലർ അടക്കമുള്ള പ്ലെയേഴ്സിനെ റീറ്റെയിൻ ചെയ്യാനായിട്ട് സഞ്ജുവിന് താല്പര്യം ഉണ്ടായിരുന്നു. രാജസ്ഥാൻ അതിനെ അനുവദിച്ചില്ല. അല്ലെങ്കിൽ അതായത് ഈ ലീഡർഷിപ്പ് റോളിലുള്ള ഡിസിഷൻസ് തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള റീസൺ. അതായത് സഞ്ജുവിൻ്റെ ഡിസിഷൻസ് ഉണ്ടാവും ആസ് എ ക്യാപ്റ്റൻ, അവരുടെ മാനേജ്മെൻറ്റ് ഡിസിഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇപ്പോൾ പുതുതായിട്ട് വന്ന കോച്ചിൻ്റെ ഡിസിഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം ഒരേ പേജിൽ അല്ലെങ്കിൽ ഒരേ അലൈൻ ചെയ്ത് പോകാത്തതാണ് ഒരു ബേസിക് പ്രശ്നമെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. സോ ബേസിക്കലി സഞ്ജു ഇപ്പോൾ രാജസ്ഥാനിൽ തുടരാൻ താല്പര്യപ്പെടുന്നില്ല എന്നറിയുമ്പോഴത്തേക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ഓൾറെഡി CSK ഡിസ്കസ് ചെയ്യുന്നു രാജസ്ഥാനുമായിട്ട് എന്നുള്ളത് നമ്മൾ ഓൾറെഡി ന്യൂസ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ CSK ഡിസ്കസ് ചെയ്യുമ്പോൾ രാജസ്ഥാന് വേണ്ടത് ഒബ്വിയസ്ലി ജഡേജ ആയിരിക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ ബിഗ് നെയിംസ് ആയിരിക്കും, ഋതുരാജ് ഗെയ്ക്വാഡ്. അപ്പോൾ ജഡേജ ആയാലും ഋതുരാജ് ഗെയ്ക്വാഡ് ആയാലും ചെന്നൈ വിടില്ല എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പാണ്. ജഡേജ ഒട്ടും വിടില്ല. ശിവം ദൂബെ ഒരുപക്ഷെ ചാൻസ് ഉണ്ടായേക്കാം, അല്ലെങ്കിൽ അശ്വിൻ ചാൻസ് ഉണ്ടായേക്കാം. പക്ഷേ ജഡേജയോ ഋതുരാജിനെ വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ജഡേജയെ എസ്പെഷ്യലി വിടത്തില്ല. സോ ചെന്നൈയിലേക്ക് വരാനുള്ള ചാൻസ് ആണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ധോണി പോയി കഴിഞ്ഞാൽ ചെന്നൈയിൽ ഒരു ബിഗ് നെയിമിൻ്റെ ആവശ്യമുണ്ട്. ആ ബ്രാൻഡ് നിലനിർത്താനായിട്ട്, ആ ഒരു ഫാൻ സപ്പോർട്ട് നിലനിർത്താനായിട്ട് പറ്റിയ ഒരു ആൾ ആ ടീമിലേക്ക് വരേണ്ടത് സത്യം പറഞ്ഞാൽ ആവശ്യമായിട്ടുണ്ട്. ഋതുരാജ് ഗെയ്ക്വാഡിന് ആ ഒരു ക്വാളിറ്റി ഉണ്ടോ എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ ഇല്ല എന്ന് തന്നെ പറയും. ആ ഒരു ഫാൻ സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ക്രൗഡ് പുള്ളിങ് എബിലിറ്റി, അങ്ങനെ ഒരു ബ്രാൻഡ് അല്ല ഋതുരാജ് ഗെയ്ക്വാഡ്. സോ ഒരു ട്രേഡിലൂടെ അല്ലെങ്കിൽ ഓപ്ഷനിൽ വന്നിട്ട് വിളിച്ചെടുക്കുന്ന രീതിയിൽ ചെന്നൈയിലേക്ക് സഞ്ജു വരാനുള്ള ചാൻസ് വളരെ ഹൈ ആണ്. അതിനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് കുറേ പ്ലേയേഴ്സിനെ കൊടുക്കാനായിട്ട് ഉണ്ടല്ലോ ചെന്നൈയിൽ. അപ്പോൾ അവരെല്ലാം റിലീസ് ചെയ്തിട്ട് വേണമെങ്കിൽ അതിന് ഫണ്ട് ചെന്നൈക്ക് റെഡിയാക്കാവുന്നതാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ബിഗ് തിങ് ആവും. സഞ്ജുവിനെ സംബന്ധിച്ചും ചെന്നൈയെ സംബന്ധിച്ചും അതൊരു സന്തോഷകരമായിട്ടുള്ള വാർത്തയാണ്. ഫാൻസിനെ സംബന്ധിച്ച് അതൊരു നല്ല കൊളാബ് തന്നെ ആയിരിക്കും. ചെന്നൈയിലേക്ക് സഞ്ജു വന്നു കഴിഞ്ഞാൽ രണ്ട് പാർട്ടീസിനും അത് നല്ലത് തന്നെയാണ്. ചെന്നൈക്ക് വേണ്ട ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ, ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ, അതുപോലെ തന്നെ ധോണി കഴിഞ്ഞാൽ ഒരു ബിഗ് നെയിം, അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ അലൈൻ ചെയ്യുന്ന ഇതാണ്. ഇനി അടുത്തൊരു ഡിസ്കഷൻ വരുന്നത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലേക്കാണ്. സെയിം സിനാരിയോ, അവിടെയും ഒരു വിക്കറ്റ് കീപ്പർ ഇന്ത്യൻ ബാറ്റ്സ്മാൻ എന്നുള്ളത് അവരെ സംബന്ധിച്ച് വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഒരു ക്യാപ്റ്റൻ വേണം എന്നുള്ളത് കൊൽക്കത്തയെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ചെന്നൈയിലേക്ക് ക്യാപ്റ്റൻ ആരും പറഞ്ഞില്ല, ഋതുരാജിനെ മാറ്റി സഞ്ജുവിനെ ക്യാപ്റ്റൻ ആക്കുമോ, സഞ്ജു വരുമ്പോൾ സഞ്ജു അത് ആവശ്യപ്പെടുമോ എന്നൊക്കെ ഉള്ളത് ചോദ്യങ്ങൾ അവിടെ നിൽക്കുന്നു. ഋതുരാജിനെ അവരൊരു ക്യാപ്റ്റൻസി മെറ്റീരിയലായിട്ട് ക്യാപ്റ്റനായിട്ട് വളർത്തിക്കൊണ്ട് വരുമ്പോൾ പെട്ടെന്ന് സഞ്ജുവിനായിട്ടുള്ള ക്യാപ്റ്റൻ മാറ്റുമോ ചെന്നൈ എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതിന് ഉത്തരം അറിയില്ല. ആസ് എ ബ്രാൻഡ് സഞ്ജു ക്യാപ്റ്റനായിട്ട് വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ഗുഡ് ഫോർ ചെന്നൈ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് അവർ ചെയ്യുമോ എന്നുള്ള കാര്യം, ലോയൽറ്റി ഒക്കെ അറിയാമല്ലോ ചെന്നൈയുടെ, അപ്പോൾ അത് ചെയ്യുമോ എന്നുള്ള കാര്യം അറിയില്ല. തിരിച്ച് കൊൽക്കത്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഇതുപോലെ തന്നെ ഷാറുഖ് ഖാൻ്റെ IPL ഫ്രാഞ്ചൈസി, സഞ്ജു സാംസൺ എന്ന് പറയുന്നൊരു ബിഗ് നെയിം, പിന്നെ അവർക്കും ഇതുപോലെ തന്നെ ക്യാപ്റ്റൻ്റെ ആവശ്യമുണ്ട്, വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ്റെ ആവശ്യമുണ്ട്. സോ അവിടെയും ഒബ്വിയസ്ലി അവർക്കും വേണ്ട റിസോഴ്സ് തന്നെയാണ് സഞ്ജു സാംസൺ. ഈ രണ്ട്, ചെന്നൈ ആൻഡ് കൊൽക്കത്തയാണ് സഞ്ജു സാംസനെ സംബന്ധിച്ച് ഏറ്റവും ആപ്റ്റായിട്ട് തോന്നുന്നത്. അവരായിരിക്കും കൂടുതൽ സഞ്ജു സാംസന് വേണ്ടിയിട്ട് നോക്കുന്നത്. വേറെയും 1-2 ടീമുകൾ പ്രോബബിലിറ്റി നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല, പോസിബിലിറ്റി ഉണ്ട്. അതായത് മുംബൈ ഇന്ത്യൻസിന് ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ, ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ഇപ്പോൾ ഓൾറെഡി റിക്കിൾട്ടൺ വന്ന് സെറ്റാണ്. പക്ഷേ എവേ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ചിലപ്പോൾ കഴിഞ്ഞ വർഷം തന്നെ ഈ 2025 തന്നെ റിക്കിൾട്ടൺ പോയപ്പോൾ പിന്നെ അവർക്ക് ബ്രൈസ്റ്റോയെ കൊണ്ടുവരേണ്ടി വന്നു. സോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഒരു ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ആണെന്നുണ്ടെങ്കിൽ മുംബൈയെ സംബന്ധിച്ച് കുറച്ചും കൂടെ ബെറ്ററാണ്. പിന്നെ മലയാളികളോടുള്ളൊരു പ്രത്യേക സ്നേഹം അവരുടെ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ഒരു മലയാളി ബ്രാൻഡ്, കാരണം മുംബൈ എന്ന് പറയുന്നത് റിലയൻസിൻ്റെ ആണ്. സോ അവർക്കൊരു ബിസിനസ്സും കൊണ്ട് ആ ബിസിനസ് പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ഒരു ബിഗ് നെയിമാണ് സഞ്ജു എന്ന് പറയുന്നത്. ആ ഒരു നെയിം മുംബൈയായിട്ട് കൊളാബ് ചെയ്യുന്ന അവരെ സംബന്ധിച്ചും വലിയ കാര്യമായിരിക്കും, സഞ്ജുവിനെ സംബന്ധിച്ച് അതൊരു വലിയ കാര്യമായിരിക്കും. പക്ഷേ അവിടെയും ഈ ക്യാപ്റ്റൻസി എന്ന് പറഞ്ഞൊരു പ്രശ്നം അവിടെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ സഞ്ജുവിന് ക്യാപ്റ്റൻസി കിട്ടത്തില്ല. ക്യാപ്റ്റൻസി എന്ന് പറഞ്ഞ റോൾ ഇരുന്ന ഒരാൾ ക്യാപ്റ്റൻസി ഇല്ലാതെ ഇപ്പോൾ മുംബൈയിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ
ചെന്നൈയിൽ ഇപ്പോൾ ക്യാപ്റ്റൻസി കൊടുക്കുന്നില്ലെങ്കിൽ അങ്ങോട്ടോ പോകുമെന്നുള്ള ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അടുത്തതാണ് ഈ ഡൽഹിയിൽ വരുന്ന റൂമർ എന്താണെന്ന് വെച്ചാൽ KL രാഹുലുമായിട്ട് ട്രേഡ് ചെയ്യാൻ താല്പര്യപ്പെടുന്നു രാജസ്ഥാൻ റോയൽസ്. KL രാഹുലുമായിട്ട് അല്ലെങ്കിൽ അക്ഷർ പട്ടേലുമായിട്ട് ട്രേഡ് ചെയ്യാൻ താല്പര്യപ്പെടുന്നു. അക്ഷർ പട്ടേൽ രാജസ്ഥാനിലേക്ക് പോയിട്ട് സഞ്ജു സാംസൺ ഡൽഹിയിലേക്ക് വരുന്ന പോലെ ട്രേഡ് പ്ലസ് ക്യാഷോ അങ്ങനെ എന്തെങ്കിലും ഡീലായിരിക്കാതെ, അല്ലെങ്കിൽ KL രാഹുൽ തമ്മിൽ സ്വാപ്പ് ചെയ്യാൻ താല്പര്യപ്പെടുന്നു എന്നൊക്കെ ഉള്ള രീതിയിൽ അതും സ്വാഭാവികമായിട്ട് സംഭവിക്കാൻ എന്ന കാര്യമാണ്. അവിടെയും അക്ഷർ പട്ടേലാണ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നതെന്നുണ്ടെങ്കിൽ ക്യാപ്റ്റൻസി സഞ്ജുവിന് കിട്ടും. ഇല്ല KL രാഹുൽ ആണെന്നുണ്ടെങ്കിൽ ക്യാപ്റ്റൻസി അക്ഷർ പട്ടേലിനെ ക്യാപ്റ്റൻ ആക്കിയിട്ട് പെട്ടെന്ന് സഞ്ജു സാംസണിലേക്ക് എത്തുമോ എന്നുള്ളത് അവിടെയും ചോദ്യമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എൻ്റെ ഒരു അനുമാനത്തിൽ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഫ്രാഞ്ചൈസി ശരിക്കും പറഞ്ഞാൽ കൊൽക്കത്തയാണ്. അവിടെ ഒരു ക്യാപ്റ്റൻ ഇല്ല. അജിങ്ക്യ രഹാനെ കുറച്ചും കൂടെ ഏജ്ഡായിട്ടുള്ള ഒരാളാണ്. ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോൾ ഒരു ക്യാപ്റ്റൻ അവർക്ക് ലോങ് ടേമിൽ ഇല്ല. വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ അവർ ഒരുപാട് പേരെ പരീക്ഷിച്ചു. ഇപ്പോൾ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം സോൾട്ട് ഉണ്ടായിരുന്നു, ഈ കഴിഞ്ഞ വർഷം അവർക്ക് ഗുർബാസ് ആയിരുന്നു. പക്ഷെ ഒന്നും അങ്ങോട്ട് സെറ്റാവുന്നില്ല, ഡീകോവ് സെറ്റാവുന്നില്ല. സോ ഒരു ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ പ്ലസ് ക്യാപ്റ്റൻ എന്ന് പറയുമ്പോൾ കൊൽക്കത്തയെ സംബന്ധിച്ച് ഒരു വലിയൊരു അസറ്റ് തന്നെ ആയിരിക്കും. സോ കൊൽക്കത്തയാണ് സഞ്ജുവിനെ സംബന്ധിച്ച് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ, അല്ലെങ്കിൽ കറക്റ്റായിട്ട് ചേരുന്ന ഒരു ജോഡി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അവിടെ വരെയാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഒന്നും തീരുമാനമായിട്ടില്ല. സഞ്ജു അവിടെ കളിക്കാൻ താല്പര്യമില്ല എന്ന് അറിയിച്ചിരിക്കുന്നു. ഇനി ഏത് ടീം ട്രേഡ് ചെയ്യും, ഏത് ടീം, ഒരുപാട് ഡിസ്കഷൻസ് ഉണ്ടാവും. ഇനി സമയമുണ്ടല്ലോ അടുത്ത IPL-ലേക്ക്. അപ്പോൾ ടീംസ് തമ്മിൽ ഡിസ്കഷൻസ് ഉണ്ടാവും ട്രേഡ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പ്ലെയർ പ്ലസ് ക്യാഷോ അല്ലാന്നുണ്ടെങ്കിൽ ഓപ്ഷനിലേക്ക് വിടാനായിട്ടോ അവിടുന്ന് ബിഡ് ചെയ്യാനായിട്ടോ ഒക്കെ ഉള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ പോസിബിലിറ്റീസ് ഈ 4 ടീമുകളാണ് ഞാൻ നോക്കിയിട്ട് കാണുന്നത്. അതിനകത്ത് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് കൊൽക്കത്തയാണ്. കാരണം അവിടെ ഫിറ്റ് ആവുന്നത് കൊണ്ടാണ് സഞ്ജു സാംസൺ എന്ന് പറഞ്ഞ പ്ലെയർ. അതുമാത്രമല്ല കൊൽക്കത്ത അവിടെ കളിച്ചിട്ടുണ്ട്. രണ്ടാമത് ഡൽഹിയിലും സഞ്ജു കളിച്ചിട്ടുണ്ട് 2 വർഷം. അതുപോലെ തന്നെ ഡൽഹിയിലായിരുന്നു സഞ്ജു ആദ്യം ക്രിക്കറ്റ് കരിയർ തുടങ്ങുന്നത്, അവിടെ നിന്നാണ് കേരളത്തേക്ക് വരുന്നത്. സോ അങ്ങനെ ഒരു ചാൻസ് ഉണ്ട്. പിന്നെ ചെന്നൈ ഋതുരാജ് ഗൈക്വാഡ് ക്യാപ്റ്റനായിരിക്കുന്നത് കൊണ്ട് എനിക്കൊരു ഡൗട്ടുണ്ട്. പക്ഷേ അവിടെയും ബിഗ് നെയിംസ് ധോണി പ്ലസ് സഞ്ജു എന്ന് പറയുന്ന ഒരു ബ്രാൻഡ്സ് ഒന്ന് ചേരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സംഭവം 2026 IPL വേറെ ലെവലായിരിക്കും. അതുപോലെ തന്നെയാണ് മുംബൈയിലും അതുപോലെ തന്നെ രോഹിത് ശർമ്മ ആൻഡ് സഞ്ജു സാംസൺ ഓപ്പണിംഗ് എന്ന് പറയുന്ന ആ ഒരു എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഓപ്പണിംഗ് പെയറിൻ്റെ ഒരു സാധ്യത അവിടെ ഉണ്ട്. അതൊരു വലിയ ഒരു ഇതായിട്ട് മാറും. മുംബൈയിലേക്കൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും പക്ഷേ ക്യാപ്റ്റൻസി കിട്ടാതെ വരുമ്പോൾ സഞ്ജു മൂവ് ചെയ്യുമോ ട്രേഡിലൂടെ എന്നുള്ള ഒരു തീർച്ചയായിട്ടും ഒരു ചോദ്യചിഹ്നം അവിടെ നിൽക്കുന്നു. അപ്പോൾ ഇതാണ് സഞ്ജു സാംസൺ ഇതുമായിട്ടുള്ള ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇനിയും അടുത്ത കുറച്ച് അപ്ഡേറ്റ്സ് എന്തായാലും ഇനി വരുന്ന മാസങ്ങളിലായിട്ട് നമുക്ക് വരും. അപ്പോൾ വീണ്ടും നമുക്ക് വീഡിയോ ചെയ്തേ പറ്റൂ. കാരണം ഇങ്ങനെ ഒരു മാറി റൂമേഴ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും താല്പര്യമുള്ളൊരു കാര്യമാണ്, എനിക്കും താല്പര്യമുള്ള കാര്യമാണ്. സഞ്ജു എങ്ങോട്ട് പോകുന്നു, ഏത് ടീം സഞ്ജുവിനെ എടുക്കുന്നു, അതിൻ്റെ ട്രേഡിൻ്റെ എന്തായിരിക്കും, ആരെ കൊടുക്കുന്നു, എത്ര രൂപയ്ക്ക് സഞ്ജു പോകുന്നു ഓപ്ഷനിലേക്ക് വന്നാൽ എന്നൊക്കെ അറിയാനായിട്ട് തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇതിൽ ഇനിയും വീഡിയോസ് വരാൻ തന്നെയാണ് സാധ്യത. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും വീഡിയോ ചെയ്യാം. ഇപ്പോൾ ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു സോഴ്സിൽ നിന്നുള്ളത് കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒരു റൂമർ കേട്ടെന്ന് പറഞ്ഞിട്ട് ഇത് ചെയ്യാൻ പറ്റില്ലല്ലോ. മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു ക്രെഡിബിളായിട്ട് നമുക്ക് തോന്നുന്നത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനാരിയോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. സഞ്ജു ഈ 4 ടീമാണ് ഞാൻ നോക്കിയിട്ട് കാണുന്നത്. നിങ്ങൾക്ക് ഈ 4 ടീമിൽ ഏത് ടീമിലേക്ക് സഞ്ജു പോകുന്നതായിരിക്കും ബെറ്റർ? ഒബ്വിയസ്ലി ധോണി ആൻഡ് സഞ്ജു ആയിരിക്കും കൂടുതൽ പേർക്കും താല്പര്യം. എങ്കിലും ഒരു ഭാവിയിലേക്ക് നോക്കുമ്പോൾ ഒരു പെർഫെക്റ്റ് ഫിറ്റായിട്ട് സഞ്ജുവിന് ഏത് ഫ്രാഞ്ചൈസി ആണ് എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയിൽ കാണുന്നവരെ ബൈ.